ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓട്ടത്തിലാണ് അല്ലേ. നമ്മൾ ഒരു കാര്യം ചെയ്തതിനു ശേഷം വീണ്ടും ഓട്ടമാണ്. കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയക്കുറവ് കാരണം ഏറ്റവും എളുപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ന്യൂഡിൽസ്. ഈ ഒരു സാധനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ന്യൂഡിൽസ്. കാരണം ഇതിനകത്ത് ധാരാളം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്, പല കെമിക്കൽസും ആഡ് ചെയ്യുന്നുണ്ട് കേടാകാതിരിക്കാനായിട്ട്. അത് മാത്രമല്ല, ഇത് വെറും കാർബോഹൈഡ്രേറ്റ് ആണ്, അതുപോലെ മൈദയാണ്. മൈദ കൊണ്ടും പാം ഓയിൽ കൊണ്ടുമാണ് ഈ ന്യൂഡിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ന്യൂഡിൽസ് ശരിക്കും ചൈനയിലാണ് തുടങ്ങിയെങ്കിലും ഇപ്പോഴുള്ള ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണ്. 2 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കാനടക്കം പറ്റുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കാം. പക്ഷെ പ്രശ്നം, ഇത് ദഹിക്കാൻ 2 മണിക്കൂർ എടുത്താൽ പോലും നമ്മുടെ ശരീരത്തിൽ ദഹിക്കില്ല. അതെങ്ങനെ കിടന്ന് വയറിൽ ബ്ലോട്ടിംഗ് ഉണ്ടാക്കും, അസിഡിറ്റി ഉണ്ടാക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ന്യൂഡിൽസ് ഹെൽത്തി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒന്ന്, നമ്മൾ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുക. 2 ആഴ്ചയിൽ ഒരിക്കയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇതിനകത്ത് ധാരാളം ഉപ്പുള്ളത് കൊണ്ട് സ്ഥിരമായി കൊടുക്കുന്നത് നല്ലതല്ല. അത് മാത്രമല്ല, ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം, വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവാം, പാം ഓയിലാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതിനകത്ത് ഗുണമുള്ള ഒരു സാധനവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്, അവർ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും കൊടുക്കാം. പക്ഷെ സ്ഥിരമായിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ പലതരത്തിലുണ്ടാവും. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻസോ മിനറൽസോ ഫൈബറോ ഒന്നുമില്ല. പറ്റുമെങ്കിൽ ഹോൾ വീറ്റ് ഗോതമ്പിൻ്റെ നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ നൂഡിൽസ് കുറച്ചുകൂടെ ബെറ്ററാണ്. ഇതിനകത്ത് ധാരാളം സാധനങ്ങൾ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന 2015 മാഗിയെ നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ധാരാളം ലെഡ് കണ്ടന്റ് ഉണ്ടായിരുന്നു. ഈ ലെഡ് കണ്ടന്റ് പിന്നെ അവർ കുറച്ചിട്ട് അവർ വീണ്ടും മാർക്കറ്റിൽ ഇറക്കി. വീണ്ടും അത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ലെഡ് നമ്മുടെ ശരീരത്തിൽ അമിതമായി വന്നു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ഉണ്ടാവാം, നമ്മുടെ പ്രതിരോധശക്തിയെ ബാധിക്കാം, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാം, പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു മെസ്സേജാണ്. കാരണം ഇപ്പോഴത്തെ വീടുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു പ്രശ്നമാണ് എല്ലാ ദിവസവും നൂഡിൽസ് കഴിക്കുന്നത്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.